ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. കഴുത്തിൻ്റെ മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയിഡ്. തൈറോയിഡിൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ഉപാപചയ പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രധാനമാണ്. സാധാരണയായി 2 തരത്തിലുള്ള തൈറോയിഡാണുള്ളത്. 1 ഹൈപ്പർ തൈറോയിഡിസം, 2 ഹൈപ്പോ തൈറോയിഡിസം. നിങ്ങളുടെ ശരീരം വളരെയധികം തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, നിങ്ങളുടെ ശരീരം വളരെ കുറച്ച് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഈ അവസ്ഥകൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. തൈറോയിഡിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണക്രമത്തിന് നിർണായക പങ്കാണുള്ളത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് നിരവധി പോഷകങ്ങൾ ആവശ്യമാണ്. അതിനാൽ തൈറോയിഡിൻ്റെ ആരോഗ്യത്തിന് വേണ്ട പോഷകങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് ഈ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട പോഷകമാണ് അയഡിൻ. തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ അയഡിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അയഡിൻ്റെ അഭാവമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണം. ക്ഷീണം, ശരീരഭാരം കൂടുക, മുഖം വീർത്തിരിക്കുക, വരണ്ട ചർമ്മം, പേശി ബലഹീനത, തലമുടി കൊഴിച്ചിൽ, വിഷാദം തുടങ്ങിയവയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതിനെ പരിഹരിക്കാൻ അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതായത് കടൽ മത്സ്യങ്ങൾ, മുട്ട, പ്രോൺസ്, പാലും പാലുൽപ്പന്നങ്ങളും. ഇതിലെല്ലാം അയഡിൻ ധാരാളമായി കാണപ്പെടുന്നു. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 2 വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എല്ലുകൾക്കും പല്ലുകൾക്കും അത്യന്താപേക്ഷിതമാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും വൈറ്റമിൻ ഡി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതിനാൽ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളും ആവശ്യത്തിന് കഴിക്കണം. സാൽമൺ, മത്തി, മുട്ടയുടെ മഞ്ഞക്കരു, മഷ്റൂം, പാൽ, ഓറഞ്ച് ജ്യൂസ്, ഓട്സ് എന്നിവയിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു. 3 അയൺ. ഇരുമ്പിൻ്റെ അഭാവം മൂലവും തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയാം. അതിനാൽ ഹൈപ്പോ തൈറോയിഡിസത്തെ തടയാൻ അയൺ അടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, ഉണക്കമുന്തിരി, സീ ഫുഡ്, പയറുവർഗ്ഗങ്ങൾ, ലിവർ എന്നിവയിലൊക്കെ അയൺ ധാരാളമായി കാണപ്പെടുന്നു. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 4 സെലീനിയം. തൈറോയിഡ് മെറ്റബോളിസത്തിന് നിർണായകമായ ഒരു ധാതുവാണ് സെലീനിയം. സെലീനിയം കുറവുള്ളവർക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാം. അതിനാൽ സെലീനിയം അടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതായത് ബ്രസീൽ നട്ട്സ്, ചെമ്മീൻ, മത്തി, സാൽമൺ, ട്യൂണ തുടങ്ങിയ കടൽ മത്സ്യങ്ങൾ, ബീഫ് സ്റ്റീക്ക്, ബീഫ് ലിവർ, മുട്ട, ധാന്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 5 മെഗ്നീഷ്യം. മെഗ്നീഷ്യത്തിൻ്റെ അഭാവം മൂലവും തൈറോയിഡിസത്തിൻ്റെ ആരോഗ്യം മോശമാകാം. അതിനാൽ മെഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, സോയ ഉൽപ്പന്നങ്ങൾ, പീനട്ട് ബട്ടർ, ബ്രൗൺ റൈസ്, ചീര, കടൽ മത്സ്യങ്ങൾ എന്നിവയിലൊക്കെ മെഗ്നീഷ്യം ധാരാളമായി കാണപ്പെടുന്നു. ഇത്തരം ഭക്ഷണങ്ങളെല്ലാം തൈറോയിഡ് ഉള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണങ്ങളാണ് തൈറോയിഡ് ഉള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. തൈറോയിഡ് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഡയറ്റിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ. ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ തൈറോയിഡ് കുറവുള്ളവർക്ക് തൈറോയിഡ് കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ തൈറോയിഡ് ഏതാണെന്ന് അറിഞ്ഞ് മാത്രം നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇനി ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് വീട്ടിൽ ചെയ്യാവുന്ന നല്ലൊരു ഹോം റെമഡിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നല്ല ഇഫക്റ്റീവായ റെമഡിയാണ്. ഇതുപോലെ തയ്യാറാക്കി ഉപയോഗിക്കുക. ഈ ഒരു റെമഡി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻ്റാണ് കുരുമുളക് പൊടി. കുരുമുളകിലെ പെപ്പറൈൻ എന്ന ഘടകം തൈറോയിഡ് പ്രവർത്തനങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നത് വഴി തൈറോയിഡിനെ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്യും. കൂടാതെ തൈറോയിഡ് ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കുമുള്ള സ്വാഭാവിക പരിഹാരമാണ് കുരുമുളക്. യാതൊരു ദോഷവും വരാതെ തന്നെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒന്നുകൂടിയാണ് കുരുമുളക്. 2 മഞ്ഞൾ. മഞ്ഞളിൽ കുർക്കുമിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നു. കുർക്കുമിൻ എൻഡോക്രൈൻ ഗ്ലാൻഡായ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമാക്കാൻ സഹായിക്കുന്നത് വഴി തൈറോയിഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയുൾപ്പെടെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്ന് കൂടിയാണിത്. കൂടാതെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധി കൂടിയാണ് മഞ്ഞൾ. 3 വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. തൈറോയിഡ് പോലുള്ള രോഗങ്ങൾക്ക് വെളിച്ചെണ്ണ വളരെയധികം ഫലപ്രദമാണ്. ഇത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ക്യാൻസറസ്, ആൻറ്റി ഏജിങ് തുടങ്ങിയ ഗുണങ്ങളാണ് വെളിച്ചെണ്ണയ്ക്കുള്ളത്. വെളിച്ചെണ്ണയിൽ
മുലപ്പാലിൽ മാത്രമുള്ള ലോറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. അതിനാൽ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഹൈപ്പോതൈറോയ്ഡ് രോഗികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായി ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കലർത്തി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഹൈപ്പോതൈറോയിഡിസം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇത് അടുപ്പിച്ച് 10 ദിവസത്തോളം ഇതുപോലെ തയ്യാറാക്കി കുടിക്കുക. തൈറോയിഡ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ഇതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഡയറ്റ് കൃത്യമായി തന്നെ ഫോളോ ചെയ്യണം. പാരമ്പര്യം മുതൽ സ്ട്രെസ് വരെയുള്ള പലതരം കാരണങ്ങളുണ്ട് തൈറോയിഡിന് പുറകിൽ. ഒരിക്കൽ തൈറോയിഡിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഭക്ഷണശീലങ്ങളും ജീവിതശൈലികളുമെല്ലാം നിയന്ത്രിച്ച് തൈറോയിഡ് പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഈ ഹോം റെമഡിയും ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.